നമസ്കാരം. ഇന്ത്യയിലെ മികച്ച ജനകീയ പദ്ധതിയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന രണ്ട് പ്രധാന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നൽകുന്ന ഒരു പദ്ധതിയാണിത്. വിവിധ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുവാനായി പല വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതിനായി വിലപ്പെട്ട സമയം മാറ്റിവെക്കേണ്ടി വരുന്നു. യാത്രാ ചെലവുകളും അനുബന്ധ ചെലവുകളും വേണ്ടിവരുന്നു. ചില സ്ഥലങ്ങളിൽ ദീർഘനേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു. രണ്ടാമതായി, വിവിധ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുവാനായി വരുന്ന ചെലവുകൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുമൂലം ഭാരിച്ച ജീവിത ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഈ രണ്ട് ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ലഭിക്കുന്ന ഒരു ജനകീയ പദ്ധതിയെ പരിചയപ്പെടുത്തുകയാണിവിടെ. നമുക്ക് പരിചയപ്പെടാം. ബിഗ്ഗസ്റ്റ് സർവീസ് പ്രൊവൈഡർ ഫോർ ഡെയിലി നീഡ്സ്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സർവീസ് പ്രൊവൈഡറെ, അതായത് ഓൾ ഇൻ വൺ സർവീസ് പ്രൊവൈഡറെ നമുക്ക് പരിചയപ്പെടാം. ഈ സർവീസ് പ്രൊവൈഡർ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. സൗജന്യമായി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു ഫ്രീ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് ഓഫ്ലബ് പേ. ഓഫ്ലബ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഓഫ്ലബ് പേ എന്ന ഈ ഒരു ജനകീയ ആപ്ലിക്കേഷൻ. പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വളരെ സിമ്പിളായ മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നതാണ്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ മറ്റാരെയും ആശ്രയിക്കാതെ സ്വയം നിറവേറ്റുവാൻ ജനങ്ങളെ സഹായിക്കുന്ന ഒരു ഏകജാലക സംവിധാനം ഈ ആപ്ലിക്കേഷനിലുണ്ട്. ഓരോ ഇടപാടുകൾ നടത്തുമ്പോഴും 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ ലഭിക്കുന്ന സംവിധാനത്തിലൂടെ ചിലവുകൾ ലഘൂകരിക്കുവാൻ സാധിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതി കൂടിയാണിത്. നമ്മൾ പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കുകളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഓരോ ഇടപാടുകൾ നടത്തുമ്പോഴും 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. എന്താണ് ഈ 5 ടൈം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്? നമ്മൾ ഓരോ ഇടപാട് നടത്തുമ്പോഴും നമ്മൾക്ക് ആദ്യം സ്പോട്ട് ക്യാഷ് ബാക്ക് എന്ന പേരിൽ ഒരു ക്യാഷ് ബാക്ക് ലഭിക്കും. അതിനുശേഷം ഗ്ലോബൽ ക്യാഷ് ബാക്ക് എന്ന പേരിൽ അടുത്ത ഒരു ക്യാഷ് ബാക്ക് ലഭിക്കും. വീണ്ടും രണ്ടാമതായിട്ട് ഗ്ലോബൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ക്യാഷ് ബാക്ക് നമുക്ക് വീണ്ടും ലഭിക്കും. വീണ്ടും മൂന്നാമതായി ഗ്ലോബൽ ക്യാഷ് ബാക്ക് എന്ന ക്യാഷ് ബാക്ക് ലഭിക്കും. അതേപോലെ വീണ്ടും നാലാമതായിട്ടും ഒരു ഗ്ലോബൽ ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഓരോ ഇടപാട് നടത്തുമ്പോഴും 4 ഗ്ലോബൽ ക്യാഷ് ബാക്കും 4 പ്രാവശ്യമായിട്ട് ഗ്ലോബൽ ക്യാഷ് ബാക്കും ഒരു തവണ സ്പോട്ട് ക്യാഷ് ബാക്കും ഉൾപ്പെടെ 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ നമുക്ക് ലഭിക്കുന്നു. നമ്മളിനി 2 ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾക്ക് 10 ക്യാഷ് ബാക്കുകൾ ലഭിക്കുന്നു. ഒരു 10 ഇടപാടുകൾ നടത്തുമ്പോൾ 50 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ ലഭിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഏതിലൊക്കെയാണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. മൊബൈൽ റീചാർജ്, അതുപോലെ TV റീചാർജ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിലവാണ് റീചാർജ് ചിലവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ പദ്ധതി വഴിയാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ ഓരോ റീചാർജിനും നമുക്ക് 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ ലഭിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ എല്ലാവരും വിവിധ സർവീസ് പ്രൊവൈഡർ വഴി റീചാർജുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള സർവീസുകൾ വഴിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അഡീഷണലായിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് നമ്മൾക്ക് അവിടെ ലോസാണ്, നഷ്ടമാണ് വരുന്നത്. അതായത് 129 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ 2 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് 149 രൂപ റീചാർജ് ചെയ്യുമ്പോൾ 2 രൂപ അഡീഷണലായിട്ട് കൊടുക്കണം. അതുപോലെ 209, 239, 299, 479, 666,
839, 2999 ഇങ്ങനെയുള്ള റീചാർജുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 3 രൂപ അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇതേ റീചാർജുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി, അതായത് ഈ ഒരു പദ്ധതി വഴി, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടുകയാണ്. അതായത് നമ്മൾക്ക് ഇവിടെ പ്രോഫിറ്റ്, ലാഭം കിട്ടുകയാണ്. നമുക്ക് സ്പോട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് ആദ്യം 3% ലഭിക്കും. അതിനുശേഷം വീണ്ടും 4 ഗ്ലോബൽ ക്യാഷ് ബാക്ക് കൂടി നമുക്ക് ലഭിക്കും. ഇപ്പോൾ ആദ്യം കിട്ടുന്ന സ്പോട്ട് ക്യാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ 129 രൂപയ്ക്ക് 3 രൂപ 87 പൈസയൊക്കെ ലഭിക്കും. 149 രൂപയ്ക്ക് 4 രൂപ 47 പൈസ ലഭിക്കും. 250-ന് 6 രൂപ 27 പൈസ. 239 രൂപ റീചാർജിന് 7 രൂപ 17 പൈസ. 299 രൂപയ്ക്ക് 8 രൂപ 97 പൈസ. അങ്ങനെ ഓരോ റീചാർജിനും അതിൻ്റെ 3% നമുക്ക് ആദ്യം ലഭിക്കുകയും അതിന് കൂടാതെ അതിനോടൊപ്പം തന്നെ 4 ഗ്ലോബൽ ക്യാഷ് ബാക്ക് കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നിലവിലുള്ള നമ്മുടെ ഇടപാടുകളിൽ നിന്നും നമുക്ക് വലിയ ഒരു സാമ്പത്തിക ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇതേപോലെ നമ്മളുടെ മറ്റൊരു ചിലവാണ് ബില്ലുകൾ. ഇലക്ട്രിസിറ്റി ബില്ലുകൾ, ഗ്യാസിൻ്റെ ബില്ലുകൾ, വാട്ടർ അതോറിറ്റി ബില്ലുകൾ, അതുപോലെ വാഹനങ്ങളുടെ ഫാസ്ടാഗ് റീചാർജുകൾ, അതുപോലെ ബ്രോഡ്ബാൻഡ് റീചാർജുകൾ, പോസ്റ്റ് പെയ്ഡ് ബില്ല്, ലാൻഡ് ലൈൻ ബില്ല്, അങ്ങനെ തുടങ്ങി നിരവധി ബില്ലുകൾ നമ്മൾക്കുണ്ട്. ഈ ബില്ലുകളൊക്കെ നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മൾ അടക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ബിൽ പേയ്മെൻറ്റിനും 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ നമുക്ക് ലഭിക്കും. അതേപോലെ നമ്മൾക്ക് ലോണുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയുള്ള ലോണുകൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് അടക്കുമ്പോൾ ഓരോ അടവിനും 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇൻഷുറൻസ്, വിവിധ തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ ഇൻഷുറൻസ് ഉള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. ആ ഇൻഷുറൻസൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ അടക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ഇടപാടിനും 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സ്കൂൾ ഫീസ്, അതായത് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്കൂൾ ഫീസ് നമുക്ക് ഇതുവഴി അടക്കുകയാണെങ്കിൽ ഓരോ ഫീസ് അടവിനും നമുക്ക് 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ കുട്ടികളുടെ ട്യൂഷൻ, നഴ്സറി മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾ കേരള സിലബസ്, CBSE, ICSE, മറ്റ് സംസ്ഥാനങ്ങളിലെ സിലബസ് തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സിലബസിലും പഠിക്കുന്ന കുട്ടികൾ, നഴ്സറി മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മുഴുവൻ വിഷയങ്ങളുടെയും ട്യൂഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ചെറിയ പൈസക്ക് ഒരു വർഷം മുഴുവനും ഉള്ള വിഷയങ്ങളിലും ട്യൂഷൻ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5 തവണ ക്യാഷ് ബാക്കും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും. ചെറിയ പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയിലെ ഉൽപ്പന്നങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഓഫ്ലപ്പ് മാർട്ട് എന്ന പേരിലും ഓഫ്ലപ്പ് സ്റ്റോർ എന്ന പേരിലും 2 പ്ലാറ്റ്ഫോമുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതുവഴി നമ്മൾക്ക് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ, നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റുകൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് ലഭിക്കും. മാത്രമല്ല അതിന് പുറമെ 5 പ്രാവശ്യം ക്യാഷ് ബാക്ക് കൂടി നമുക്ക് ലഭിക്കും. അതിലൂടെ വലിയൊരു തുക നമുക്ക് ലാഭിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാങ്കിങ് സർവീസ്, ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക, ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുക, ലോണിന് അപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഇനി ബാങ്കിൽ പോകേണ്ടതില്ല. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് 5 പ്രാവശ്യം ക്യാഷ് ബാക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സുരക്ഷാ കവചം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെ അത്യാവശ്യമായ ഒരു സംവിധാനമാണ് സുരക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിനും അതുപോലെ നമ്മുടെ ജീവനും സുരക്ഷ നൽകുന്ന ഒരു സംവിധാനം നമുക്കിവിടെയുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ സംവിധാനങ്ങൾ വഴി നമുക്കിവിടെ സുരക്ഷ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വുമൺ സേഫ്റ്റി എന്ന രീതിയിൽ നമുക്ക് സ്ത്രീ സുരക്ഷയും ഇവിടെ ലഭ്യമാണ്. നമ്മളേതെങ്കിലും അതിക്രമങ്ങളിലൊക്കെ അതിജീവിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതൊരു സുരക്ഷാ ആപ്ലിക്കേഷനാണ്. ഇവിടെ നമുക്ക് ചെറിയ പൈസയ്ക്ക് ഇത് ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഓരോ ഇടപാടിനും ഓരോ പർച്ചേസിനും നമുക്ക് ക്യാഷ് ബാക്കുകൾ 5 തവണ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ബാക്ക് ലഭിക്കാത്ത ചില സർവീസുകളാണ്. നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കില്ലെങ്കിലും വിവിധ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന സർവീസ് ചാർജുകൾ, യാത്രാ ചെലവുകൾ, ക്യൂ നിൽക്കേണ്ട അവസ്ഥ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് ഗവൺമെൻറ് സർവീസുകൾ, അതായത് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുക, വോട്ടർ ID കാർഡ് അപേക്ഷിക്കുക, 1 റേഷൻ കാർഡിന് അപേക്ഷിക്കുക, പാൻ കാർഡിന് അപേക്ഷിക്കുക,
അബ ഹെൽത്ത് കാർഡിന് അപേക്ഷിക്കുക, ഇ ശ്രം കാർഡ്, ആയുഷ്മാൻ കാർഡ്, കിസാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ ആധാറും പാനും ലിങ്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, പോസ്റ്റൽ സർവീസുകൾ, ഇതിനൊക്കെ നമ്മൾക്ക് ഇനി നമ്മുടെ ഫോണിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ക്യാഷ് ബാക്ക് ലഭിക്കില്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന സർവീസ് ചാർജുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ലിനിക്ക്. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭിക്കും. വിവിധ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് നേടാവുന്നതാണ്. അതുപോലെ ടൂർസ് ആൻഡ് ട്രാവൽസ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്യുക, അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിനി വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. അടുത്തായി ഒരു 3 സോഫ്റ്റ്വെയറുകൾ നമ്മളിവിടെ പരിചയപ്പെടുവാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മിനി വെബ്സൈറ്റ് എന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഫൈൽ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് സ്വന്തം തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ ഡെയിലി പോസ്റ്റ് എന്ന പേരിൽ നമുക്ക് ഡെയിലി പോസ്റ്ററുകൾ ആളുകൾക്ക് അയക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ്, ക്ഷണക്കത്ത്, നമുക്ക് വിവാഹം അല്ലെങ്കിൽ ഗൃഹപ്രവേശം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ക്ഷണക്കത്തുകൾ നമുക്ക് സ്വന്തം തന്നെ ഡിസൈൻ ചെയ്തിട്ട് നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. ഈ 3 സോഫ്റ്റ്വെയറുകളും ഒരു പാക്കേജായിട്ട് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ ആമസോൺ, മിന്ത്ര തുടങ്ങി നൂറുകണക്കിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ദൈനംദിനം ബന്ധപ്പെടുന്നവരാണ് നമ്മൾ. ഇതൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോണിലൊക്കെ സ്റ്റോറേജ് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരമായിട്ട് നമുക്കിവിടെ 500ഓളം വരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കുകയാണ്. ക്യാഷ് ബാക്കുകൾ ലഭിക്കില്ലെങ്കിലും നമുക്ക് ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇടപാട് നടത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അടുത്തത് നമുക്ക് ഗവൺമെൻറ് ജോബ് നോക്കുന്ന ആളുകൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന പ്ലാറ്റ്ഫോം, എക്സാം സിലബസ് ലഭിക്കുന്ന പ്ലാറ്റ്ഫോം, ആൻസർ കീ, അതുപോലെ എക്സാം റിസൾട്ട് വിൻഡോ, അഡ്മിറ്റ് കാർഡ്, ഇതൊക്കെ ഈ ഒറ്റ വിൻഡോയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, നിരവധി ഗെയിമുകൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ നിരവധി ഗെയിം ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണൊക്കെ ഹാങ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ തന്നെ നമുക്ക് നൂറുകണക്കിന് ഗെയിമുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ലൈബ്രറി, പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഈ ലൈബ്രറി നമുക്ക് ഇവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കും. ഗെയിമുകളും സൗജന്യമാണ്. അതേപോലെ തന്നെ ക്വിസ് ടോപ്പ്, അതായത് പ്ലേ ആൻഡ് വിൻ ക്വിസ് മത്സരങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് വിൻ ആവാനുള്ള ഓരോ അവസരവും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ആരംഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് 5 തവണ പ്രാവശ്യം ക്യാഷ് ബാക്ക് എന്ന സംവിധാനത്തിലൂടെ നമ്മളുടെ ജീവിത ചെലവുകൾ നമുക്ക് ചുരുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ലോക്കൽ ഷോപ്സ്, നമ്മുടെ നാട്ടിലുള്ള പ്രാദേശിക വ്യവസായ സേവന മേഖലകളൊക്കെ നമുക്ക് ഈ പദ്ധതിയുമായി കണക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ, 2ാം ഘട്ടമായിട്ടാണ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് നേരിട്ട് ഇടപാടുകൾ നടത്തുമ്പോഴും 5 പ്രാവശ്യം ക്യാഷ് ബാക്കിലൂടെ ആ ചെലവുകൾ നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഹോസ്പിറ്റൽസ്, പെട്രോൾ പമ്പുകൾ, ടാക്സി സർവീസ് തുടങ്ങി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാറ്റഗറികളെയുമായി നമുക്ക് ഈ ഒരു പദ്ധതിയെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ 5 തവണ ക്യാഷ് ബാക്ക് എന്ന സംവിധാനത്തിലൂടെ നമ്മളുടെ ജീവിത ചെലവ് നമുക്ക് ചുരുക്കാൻ വേണ്ടി സാധിക്കും. ഓഫ്ലപേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ NPC, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷനാണ്. ഓഫ്ലൈൻ ലേണിംഗ് ആൻഡ് ഏണിംഗ് പ്ലാറ്റ്ഫോം എന്നാണ് ഓഫ്ലപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭ്യമാണ്. നമുക്ക് നിലവിൽ പരിചയപ്പെട്ടതും ഇനി പുതുതായി തുടങ്ങാവുന്നതായ നിരവധി മേഖലകൾ ഓഫ്ലപ്പിൻ്റേതായിട്ട് വരാനുണ്ട്. അതായത് ഓഫ്ലപ്പ് പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഓഫ്ലപ്പ് മാർട്ട്, ഓൺലൈൻ ഷോപ്പിംഗ്, ഓഫ്ലപ്പ് സ്റ്റോർ, ഓഫ്ലപ്പ് സ്റ്റഡി, ഓഫ്ലപ്പ് ടീച്ചർ, ഓഫ്ലപ്പ് ഷോപ്പി, ഓഫ്ലപ്പ് സെല്ലർ, അതായത് നമ്മുടെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിപണി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഓഫ്ലപ്പ് സെല്ലർ. ഓഫ്ലപ്പ് ഹോം ഡെലിവറി അതിനെ ആരംഭിക്കാൻ പോകുന്നതാണ്, ഹോം ഡെലിവറി സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഓഫ്ലപ്പ് ദോസ്ത്, ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. ഫേസ്ബുക്ക്, വാട്സപ്പിനൊക്കെ ബദലായിട്ടുള്ളൊരു ഓഫ്ലപ്പിൻ്റെ ഒരു സോഷ്യൽ മീഡിയയാണ് ഓഫ്ലപ്പ് ദോസ്ത്. അതുപോലെ ഓഫ്ലപ്പ് മീറ്റ്, നമുക്ക് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, ചർച്ച ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സൂം, ഗൂഗിൾ മീറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമിന് തുല്യമായിട്ടുള്ള ഓഫ്ലപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഓഫ്ലപ്പ് മീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഫ്ലപ്പ് OTT, സിനിമകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓഫ്ലപ്പ് OTT. മറ്റൊന്ന് ഓഫ്ലപ്പ് ആൻറ്റി തെഫ്റ്റ്,
നമ്മൾ മൊബൈൽ ഫോണൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓഫ്ലൈൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് മേക്കർ, പോസ്റ്റർ മേക്കർ, ഇൻവിറ്റേഷൻ കാർഡ്, അങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഒരു പദ്ധതി കൂടിയാണ് നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ പേ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. ഇനി നമുക്കൊരു 5 തവണ ക്യാഷ് ബാക്കിന് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഇവിടെ ഒരു പ്രൊഡക്റ്റ് 198 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയപ്പോൾ നമുക്കിവിടെ 5 തവണകളായിട്ട് 65 രൂപ ക്യാഷ് ബാക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. ആദ്യം 49 രൂപ, പിന്നെ പല തവണകളായിട്ട് 5 തവണകളായിട്ട് നമുക്ക് 65 രൂപ ഇവിടെ ക്യാഷ് ബാക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾക്ക് ഓരോ ഇടപാടുകൾ നടത്തുമ്പോൾ നമുക്ക് 5 തവണ ക്യാഷ് ബാക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ്, ഒരു സ്വയം തൊഴിൽ അവസരത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ നിലവിൽ വരുമാനത്തിനോടൊപ്പം അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഒരു മികച്ച അവസരം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മറ്റൊരു വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി യുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനകീയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓഫ്ലൈൻ പേ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ സൗജന്യമായി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിത ചെലവുകൾ ലഘൂകരിക്കുവാൻ വേണ്ടി ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.